2 കൊല്ലം മുമ്പ് ഒരു കുഞ്ഞു ഗ്രോ ബാഗിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട മുന്തിരിയാണ്. ഇത് കണ്ടില്ലേ, മുന്തിരിങ്ങകൾ, കുഞ്ഞു മുന്തിരിങ്ങകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വള്ളി നല്ലോണം പടർന്നുണ്ട്, ഒരു മതിൽ ഫുൾ. അതാണ് മുന്തിരിയുടെ പൂവ്. സാധാരണ പൂക്കളെ ഞാൻ കാണാറില്ല, കാരണം ഇലകൾ തിങ്ങി വളരുന്നതുകൊണ്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കില്ല. ഇതാ വീണ്ടും പൂക്കളും ചെറുതായിട്ട് കായകളായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാനൊരു രസമാണ്. മുന്തിരിവള്ളി സാധാരണ 3 കൊല്ലം എടുക്കും കായ്ക്കാൻ എന്നാണ് പറയുമെങ്കിലും ഇവിടെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങിയിരുന്നു. ഇതിപ്പോൾ 2ാം കൊല്ലമാണ്. 2 കൊല്ലം ആവണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടെ ബാക്കിയുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടുതൽ പൂക്കളും കായകളും ഇത്തവണ കാണുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് സാധാരണ വരിക. വള്ളി വളരുന്നതിനനുസരിച്ചിട്ട് ആദ്യത്തെ കൊല്ലങ്ങളിൽ വേര് നന്നായിട്ട് പടരാനാണ് ചെടി ശ്രമിക്കുക എന്നാണ് കണക്ക്. പിന്നെ ഈ ശിശിരകാലം അഥവാ ഇലപൊഴിയും കാലത്ത് കുറേ ഇലകൾ കേടായിപ്പോവും. അതൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് പിന്നത്തെ വസന്തകാലത്ത് നന്നായിട്ട് പൂക്കളുണ്ടാവുക. അപ്പോൾ പ്രൂണിങ് മുന്തിരിവള്ളിയുടെ വളർച്ചയിൽ വളരെ പ്രധാനമാണ്. ഇത് ഇക്കൊല്ലം ആദ്യം ഉണ്ടായ മുന്തിരിങ്ങയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ചെടുത്തിട്ടില്ല, ഇപ്പോഴും അവിടെ ഉണ്ട്. ആ സമയത്ത് ഇലകളൊന്നും ഇല്ല, കണ്ടില്ലേ. ശിശിരകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഇല ഒഴിയും കാലം, ഇലകളൊക്കെ ഒരുവിധം കൊഴിഞ്ഞു പോയൊരു സമയത്ത് ഉണ്ടായതാണ്. അത് അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ. പൂക്കുന്ന കാലമാകുമ്പോൾ പൊട്ടാസ്യം വളങ്ങൾ, പൊട്ടാഷോ അല്ലെങ്കിൽ ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കായ്ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ നനയുടെ അളവ് കുറച്ച് കുറയ്ക്കണം എന്നാണ് പറയണത്. നന കൂടുതലായ പുളിയുള്ള മുന്തിരിങ്ങ വരികയെന്ന്. നന കുറച്ച് കുറയ്ക്കണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.